Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthaveni KSFE, Bima Jewellers, Pankaj Kasturi Orthoherb and Kerala Bank. എന്തുണ്ട്? നല്ല വിശേഷം. സുഖം. പച്ച പച്ച പച്ചക്ക്. പച്ച വേണ്ട. പച്ചക്ക്. പച്ചക്ക് നിൽക്കുക. എന്നെ ഉടുപ്പാ. അയ്യോ പറയാൻ പറ്റോ? അപ്സരസിനെ പോലെ. ഓ ഞങ്ങള് അപ്സര ഇന്ന് കണ്ടിട്ട് അപ്സരസിനെ പോലെയുണ്ട്. ഓക്കേണാ? അപ്സരസിന്റെ ഒരു ചെറിയൊരു വാക്കിംഗ്. സത്യം, അത് ആവശ്യം. ചെറിയൊരു മ്യൂസിക് ഇല്ല, പക്ഷെ മ്യൂസിക് കൊണ്ടു വെച്ചോ. മ്യൂസിക് ഇട്ട് തരണേ. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. ഞാൻ നടന്നപ്പോ എന്റെ വിഗൊന്നും ഒന്നിനും ഒരു കുഴപ്പമൊന്നുമില്ല. പക്കയാണ്, ഒന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ സഹിക്കും വേണ്ടി ഇവരുണ്ടല്ലോ. മലയാളത്തെ സ്നേഹിക്കുന്ന കൈരളി ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ഞങ്ങള് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3യുമായി ഇങ്ങനെ വരികയാണ്. വൈവിധ്യമാർന്ന വിഭവങ്ങളിലൂടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാട്ടും കവിതയും നാടൻ പാട്ടുകളും അല്ലെ പാചകവും ഗെയിംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങിയാൽ. അപ്പൊ ഇന്ന് നമ്മൾ സാധാരണ ഇപ്പോഴും നമ്മുടെ അടുക്കളയിലേക്ക്, നമ്മുടെ കിച്ചൺ മാജിക്കിന്റെ അടുക്കളയിലേക്ക് അയൽ താരങ്ങൾ, അതായത് അയൽപക്കത്തുള്ളവർ വരാറുണ്ട്, അടുക്കള കാണാൻ വരും. ഇന്ന് അടുക്കള കാണുമ്പോൾ ആരെന്നറിയാമോ? പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. കൈരളിയിലെ ഒരുപാട് പ്രോഗ്രാമിലൂടെ വന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കെ മോഹനകൃഷ്ണന്റെ കാര്യം പറഞ്ഞിരുന്നു. കെ മോഹനകൃഷ്ണന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു ഉത്തമനുണ്ട്. അല്ല, എനിക്കും പറയാനുണ്ട്. നമ്മളെ കൈരളിയിൽ തന്നെ ഈ പ്രോഗ്രാമിന്റെ നമ്മുടെ കിച്ചൺ മാജിക്കിന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സീസൺ 1 എന്റെ പേരായിരുന്നു. അതുപോലെ അതിനു മുമ്പ് ഈ കാര്യം നിസ്സാരം പോലെ തന്നെ ഉള്ളത് പറഞ്ഞാലെന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരേ വർഷം അപ്പം ആളെയാണ് ഇങ്ങോട്ട് വിളിക്കുന്നേ. വിളിക്കാം, വിളിച്ചോളൂ. കിഷോറേട്ടൻ. അപ്പോ കിച്ചൺ മാജിക്കിന്റെ അടുക്കള കാണാൻ വന്നതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മളെ കാണാത്ത അടുക്കള തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചില പരിപാടികളുണ്ടെന്ന് അറിയാം. അതെ, പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ എന്തായാലും വേണം. ആകെ ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷം. വർക്കില്ലെങ്കിൽ നേരെ ഒരൊറ്റ വിടലാണ്. അതുകൊണ്ട് ഞാൻ എന്നും പറയാറുണ്ട്, മീന ചേച്ചി വർക്ക് വരല്ലേ. അപ്പൊ ഞാനും മനുവും കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ, ഒറ്റയ്ക്ക് ഞാൻ പോവാറില്ല. ഞാനും മനുവും കൂടെ ഉണ്ട്. ഇവിടെ രണ്ടുപേർക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് രണ്ടുപേർക്ക് ഷൂട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ വിളിക്കും. ചിലപ്പോൾ വിളിക്കുമ്പോൾ ആളിവിടെ ഉണ്ടാവില്ല, എറണാകുളത്തായിരിക്കും, ചിലപ്പോൾ ദുബായിലായിരിക്കും. അങ്ങനെ ആയിരിക്കും. എവിടെ ചേച്ചി, ഞാൻ ദുബായിലാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു കളയും. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകും. ഇടയ്ക്ക് അമ്മ വീട്ടിലെ സ്ഥിരം ഞങ്ങൾ സത്യം അവിടെ കാത്ത് നിന്ന് ക്യൂ നിന്ന് ഞങ്ങൾ വിഷമിക്കും. എന്നാലും അവർ ഭയങ്കര സ്നേഹത്തോടെ നമ്മൾ ആർട്ടിസ്റ്റുകൾ ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ആ സ്നേഹത്തോടെ എല്ലാ സാധനങ്ങളും ഫുൾ കുറേയൊക്കെ സൗജന്യമായിട്ടും തരും. കുറെ അതല്ല കിഷു പറഞ്ഞേൽപ്പിക്കും. ആ പ്രത്യേക സാധനങ്ങളൊക്കെ നമ്മുടെ ആളാണ്. പിന്നെ അറിയാലോ, ഞാൻ പറയാറുണ്ട്. അല്ല പറയും, ഞാൻ വിളിച്ചിട്ട് വരണം, എനിക്ക് അങ്ങോട്ട് മാറിയില്ല. പിന്നെ എല്ലാ പരിചയക്കാരാണ്. ഇനി പ്രത്യേകിച്ച് നേരിട്ട് പരിചയം ഇല്ലാത്ത രണ്ടുപേരേ ഉള്ളൂ. അതെ. വർക്ക് ചെയ്തിട്ടില്ല. വിഷ്ണുനാഥർ, യമുന ചേച്ചി. ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ, മറ്റേ കള്ള് ഷാപ്പ്. ഷാപ്പിലെ കറി നാവിലെ കള്ള് ഷാപ്പ് എന്ന കാര്യം എന്താ? അങ്ങനല്ല കിഷോറ, നമ്മള് കണ്ടിട്ടുണ്ട് എവിടെ എന്തോ തെറ്റ് ചെയ്തോ, പാതകം ചെയ്ത പോലെ പ്രോഗ്രാം ചെയ്തതാ. കള്ള ഷാപ്പിലെ നാവിലെ രുചി. മര്യാദക്ക് ഇതേ വോളിയത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ ഇത് കേൾക്കാം. ചിലപ്പോ ഇനിയിപ്പോ കന്നാസൊക്കെ എടുത്തിട്ട് യമുന ചേച്ചിയുടെ വീട്ടിൽ വരും. ആ യമുനയിൽ അവിടെ കള്ളു കൊടുക്കണം.
ദീപ പെട്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ അടുത്തത് പറഞ്ഞു. ഞാൻ കിഷോറായിട്ടും ഒരു എക്സ്പീരിയൻസ് അമ്മ വീട്ടിൽ പോയി കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു ചാനൽ ഷൂട്ട് കഴിഞ്ഞിട്ട് കിഷോറായിട്ട് ഫുഡ് അമ്മ വീട്ടിൽ നിന്ന് വരുത്തി. സോസിക്കും ഞാനും ചേട്ടനും കൂടെ ഒരു ഇലയിൽ നിന്ന് മീൻ പൊള്ളിച്ചത് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു. മറ്റേ ഷൂട്ടില്ല, അതെ അതെ. അതെ അതെ, ആ ഷൂട്ടിന്. കിഷോറിന്റെ ഹോട്ടലിന്റെ പേരാണ് അമ്മ വീട്ടിൽ. ഞാൻ കുറെ നേരം ഇവരൊക്കെ വന്നിട്ട് കിഷോറിന്റെ അമ്മ വീട്ടിൽ പോയി ഭക്ഷണം ഫേമസ് ആയ നമുക്ക് തൈക്കാട് നമ്മുടെ ഗവൺമെന്റ് PWD റെസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്തൊരു നമുക്കൊരു കാര്യം ചെയ്യാം, കിഷോറിന്റെ നല്ലൊരു പാട്ട് കേൾക്കാം. അതെ. അതിന് വലിയത് കുറവുണ്ട്, വേഗോട്ടെ. ഈ ഒന്നാമത്തെ കാര്യം, ഈ എല്ലാ പാട്ടുകളും മുഴുവനും കേൾക്കാനുള്ള ക്ഷമ ഇപ്പൊ നമുക്കില്ല. അതുകൊണ്ട് ഈ കവർ സോങ് പോലെ എല്ലാത്തിന്റെയും കുറച്ച് ഷോർട്സിന്റെ കാലമാണ്. അതെ. അപ്പൊ അങ്ങനെ പുതിയ തലമുറക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മൾ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാടാം. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തെന്നലേ. തളിർവാള തിരി പൊട്ടി കുളിർ കൈയിൽ ചന്ദനവും പരിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ. അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്കു പൊട്ടിപ്പാട് പങ്കിളി. നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞുവാനിൽ ചെഞ്ചുകപ്പ് താരമായടി. നിന്റെ കണ്ണിലെന്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നുപോലെ പുത്തു നിന്നടി. കണ്ണ് നീർത്തുടച്ചൊരാളിതാ കരം പിടിച്ചു നമ്മളെ നെയ്ക്കുമിന്നടി. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജകസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. ഗെയിമിലേക്ക് പോകാം. ഈ ഗെയിമിന്റെ പേരാണ് തൊരപ്പൻ. തൊരപ്പൻ. ഞാൻ പറഞ്ഞില്ലേ, നീ നേരത്തെ പറഞ്ഞില്ലേ എന്തോ തീർക്കാണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നാളെ തീരില്ല. പക്ഷെ ഞാൻ വളരെ സംയമനം പാലിച്ച് നിൽക്കും. പിന്നെ തുറപ്പുന്ന ടേം ആ ഏരിയയിലുള്ള കുഴപ്പമില്ല. അല്ല കറക്റ്റ്. ഞാൻ ഒന്നും എന്നെ കൊണ്ട് തുടങ്ങിപ്പിക്കരുത്. ശരി, നമുക്ക് ഗെയിമിലേക്ക് നടക്കാം. ഗെയിം വേറൊന്നുമില്ല, നിങ്ങളെ ഇത് ഫുള്ള് ഈ ചങ്ങല വെച്ചിട്ട് ചുറ്റും ഇവരെ അതിൽ ഒരാളെ, ആ ടീമിൽ നിന്ന് ഒരാളുടെ ദേഹത്ത് നമ്മൾ ഈ ചങ്ങല കൊണ്ട് ഫുൾ ലോക്ക് ചെയ്യും. എന്നിട്ട് ഇതിൽ 6 പൂട്ടുണ്ട്. ഈ 6 പൂട്ട് വെച്ചിട്ട് നിങ്ങളെ ഭദ്രമായി ഞങ്ങൾ ലോക്ക് ചെയ്യും. അടുത്തെന്താന്ന് വെച്ചാൽ ഈ ഇതിന്റെ ആ താക്കോൽ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ചേക്കും. ഇത് നിങ്ങൾക്ക് എടുത്തിട്ട് ആ പറയുന്ന എത്ര മിനിറ്റ്, 1 മിനിറ്റ് അല്ലേ, ആ 1 മിനിറ്റ് കൊണ്ട് ഈ താക്കോൽ എടുത്ത് നിങ്ങൾ ആ പൂട്ട് തുറന്ന് അവരെ രക്ഷിക്കണം. അല്ല, ഒരു ഡൗട്ട് വെച്ചിട്ട്, ഈ പറഞ്ഞതും ഈ ഗെയിമിന്റെ പേരുമായിട്ട് എന്താണ് ഒരു കണക്ഷൻ? തുറപ്പൻ നമ്മളിങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ നുഴഞ്ഞു കയറി വരൂലേ, അതുപോലെ നിങ്ങൾ തുറന്ന് കൊണ്ടുവരണം. സാധാരണ ഗെയിമുകൾക്കൊക്കെ ഞാനാണ് എന്തെങ്കിലും പേരൊക്കെ അടിമുത്തി കാണിച്ച് കയറി പറയുക. ആദ്യമായിട്ടൊരു പേരിട്ട് അത് രക്ഷപ്പെടുത്തി വിടറ. അല്ല ഇത് ഇവർക്ക് തെറ്റിയതാണ് കാര്യം. അവളിട്ട പേരിനനുസരിച്ചുള്ള സാധനം അല്ല അവർ. അത് ആരുടെ മിസ്റ്റേക്ക്? ഇത് കമ്പനി മിസ്റ്റേക്ക്. കമ്പനിയുടെ കുട്ടി കറക്റ്റാ. അങ്ങനെയല്ല, എനിക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടായുള്ളൂ, നമ്മുടെ ഗെയിമിന്റെ പകുതി, നമ്മുടെ ഗസ്റ്റിന്റെ പകുതി, രണ്ടുപേരും ഒരുമിച്ച് സിംഗായി പോണ ഒരു പേര്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതൊക്കെ തുറന്നു വരാൻ നിങ്ങൾക്ക് മനസ്സിലാകും. ശരി, അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നാദരയും വിഷ്ണുവാണ് വരുന്നെങ്കിൽ നിങ്ങൾ ആരെയാണോ ലോക്ക് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങൾ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്ത് 6 പൂട്ടിട്ട് പൂട്ട് കഴിഞ്ഞ താക്കോൽ അവിടെ നമ്മൾ ഷഫിൾ ചെയ്യും. അപ്പോൾ എതിരുള്ള കൂടെ ഉള്ള ആൾക്ക് അത് ഓപ്പൺ ചെയ്തെടുക്കാം നമ്മൾ പറയുമ്പോൾ. റെഡി? ആരാണ് ആദ്യം മത്സരിക്കാൻ വരുന്നത്? ചേച്ചി
നിങ്ങൾ ഷാപ്പിൽ വെച്ചൊക്കെ പരിചയം കാണും, പക്ഷെ കൂട്ടായിരിക്കരുത്. ആ ശരി ശരി. അപ്പൊ ഞാനാണ് പൂട്ട്. ഷാപ്പ് വേറെ, കൂട്ട് വേറെ. ഇതിനു മുമ്പ് പ്രൊഫസർ മുതുകാട് മാത്രം ഞാൻ പറഞ്ഞു. പിന്നെ പ്രൊഫസർ ജയന്തി. ശരിയല്ല 2 മിനിറ്റ് ആണ് ടൈം. ഇത് ചേച്ചിക്ക് പോണെങ്കിൽ എവിടെ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾ ഇങ്ങനെ വിടാൻ എടാ നവീനെ, നീ എന്തോടാ പറഞ്ഞത്? പറയടാ പറഞ്ഞത്. ഇല്ല ഞാൻ ഇതിന്റെ ഗെയിമിന്റെ കാര്യം മുമ്പോട്ട് നടന്നു. ചില സിനിമയിലൊക്കെ അംജദ് ഖാൻ മറ്റേ പടത്തിൽ അതെ, അതെ. ഷോലയില് പടയോട്ട സിനിമയിൽ അടിമകൾ. ആ, നസീർ സാറിന്റെ. 1 2 3 4 5 6 6 ഇതുണ്ടോ? 6 തക്കോല 6 പൂട്ടുണ്ട്. ബാക്കിലുണ്ടോ? ദീപിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അല്ല ഇതിങ്ങനെ ഇതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് എടുക്കും. ചേട്ടൻ ഇഷ്ടമുള്ള ശരി, സമയം നോക്കിക്കോളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. നാലെണ്ണമായി. 4 5 അഞ്ചാമത്തേത്. ഇത് 5ാമത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഉള്ളൂ അല്ലേ? 5 ഇനി എവിടെ? നീ ഇനി എവിടെ? കഴിഞ്ഞു. 1 മിനിറ്റ് 45 സെക്കൻഡ്. അടിപൊളി അടിപൊളി. 1 മിനിറ്റും 45 സെക്കൻഡ് കൊണ്ടാണ് ദീപൻ യമുനയെ രക്ഷപ്പെടുത്തിയത്. ദീപൻ അടിപൊളി കേട്ടോ. താങ്ക് യു. പക്ഷേ ദീപനാണ് അടിപൊളി. മീനേച്ചെ കണ്ടോളാം. അതാണ് കണ്ടോ? പറക്കും വരും ഇങ്ങനെ എടുത്തിട്ടങ്ങ് പോകും. വീട്ടിലെ പൂട്ട് തുറക്കണേ. അല്ലാതെ പൂട്ടട്ടെ വരൂ, ഇത് എടുത്തോണ്ട് പോ. പൂട്ടത് വേണ്ടെന്ന്. ചുമ്മാരി അന്വേഷിച്ചേ. സത്യം കണ്ടോ? ആടാ. അപ്പോ ഈശ്വരാ. ബീന ചേച്ചി ബന്ധനസ്ഥയാണ് ഇപ്പോ. 5 പൂട്ടുകൾ 6 ചാവി. സാധാരണ ആരും കൊടുക്കൂല അങ്ങനെ. ഒരെണ്ണം ആദ്യം കൊടുത്തിരിക്കുക. എന്തിനാണാവോ? സാധാരണ 5 പൂട്ടിന് 5 ചാവിയാണ്. ഞങ്ങൾ 6 ചാവിയാണ്. ആ ദീപൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ. നവീനെ ഒന്ന് പറഞ്ഞേ. ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ജയനെ പൂട്ടിന് കറക്റ്റ് കറക്റ്റ്. എന്നോടാണ് എല്ലാം. എന്നോടാണ് എന്നോടാരാടാണ് എന്റെ കളി. ശരി.
1 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ് 5 പൂട്ടുകൾ നേരത്തെ. ദീപൻ എടുത്തത്. അല്ല, നവീന വളരെ ഈസി ആയിട്ട് ചെയ്യും. Ready, 1, 2, നവീൻ 3, ഷൈൻ start. അടിപൊളി അടിപൊളി. സുഹൃത്തുക്കളെ, പാലാരിവട്ടത്ത് ഈ അടുത്തിടെ നടന്ന ബാങ്ക് കൊള്ളയര് ആളെന്ന് പറഞ്ഞ ഇവനാണ്. 1 മിനിറ്റ് കൊണ്ട് 5 പൂട്ടുകൾ. പൂട്ടി. നിഷ്പ്രയാസം. Yes. അതാണ് എന്റെ നവീൻ. Yes. Yes. നമ്മള് ഇപ്പോ 1 മിനിറ്റ് കൊണ്ടാണ് 5 പൂട്ടുകൾ നവീൻ പൊളിച്ചെടുത്തത്. ഇനിയിപ്പോ നിങ്ങളുടെ അപ്പൊ സമയം 1 മിനിറ്റ് താഴെ നിൽക്കണം. ഓക്കെ, നടന്ന് നമ്മുടെ ബന്ധനസ്ഥനായ ക്രിസ്ത്യനെ ജനം ഒന്ന് കാണട്ടെ. ഞാൻ എന്ത് പാപം ചെയ്തു? ഞങ്ങൾ ഡബ് ചെയ്തോളാം. ഞാൻ എന്ത് കുറ്റം ചെയ്തു? എന്നെന്തിനും ഇവിടെ കൊണ്ടുവന്നു? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ ഈശ്വരാ. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ഇതുപോലെ കാണണമെങ്കിൽ നെടുമങ്ങാട് ഉത്സവത്തിന് പോയാണ്. അപ്പൊ പന്നി വലത്ത്. ആ 10 വെച്ചാ 3, 3 വെച്ചാ 4. ഇപ്പൊ മനസ്സിലായല്ലോ അവളുടെ പരിപാടി ഏതാണ്. കട്ടയും പടാവും. ദിവ്യനെ കൊടുത്തോളൂ. ദിവ്യ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. വെറുതെ അനീഷ് ഈ ഇടയ്ക്ക് പറഞ്ഞ അവരെ അയ്യോ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതാണ് അണ്ടർ എസ്റ്റിമേറ്റ്. നിസ്സാരം. അതൊക്കെ ഇത് വളരെ നിസ്സാരം. ഓക്കെ. എന്റെ താങ്കളുടെ Okay, time. കഴിഞ്ഞ ടൈം എത്രയും ചോദിക്കാം. 1 മിനിറ്റും 48 സെക്കൻഡ്. അയ്യോ, അപ്പൊ 3 ഇവരെക്കാൾ സെക്കൻഡ്. കൂടുതല്. ഇവര് 45 ആയിരുന്നു അല്ലേ? 5. മോനൊന്ന് നടന്ന് കാണിക്കാം. ഒന്ന് ചുറ്റി കാണിക്ക്. ബാക്കിലുണ്ട്. കൊടിയനാ. പഴയ നാടകങ്ങളാ, സ്കൂൾ നാടകങ്ങളാ. അത് കാണിച്ചേടാ. കാണിക്ക്, നല്ല രസമുണ്ട്. ബാക്കി പറയൂ. You love me? വെടികൊണ്ട് പാന്റ് 2 4 കീറി. എങ്ങനെയെങ്കിലും ഞാനുണ്ടാ. Ready, 1, 2, 3, start.
ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജകസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. കൂട്ടും താക്കോലും തുരപ്പനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല രസമല്ലേ? അല്ലേ? അല്ല, അത് നമ്മള് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ഇവരത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കൗതുകമാണ്. ഇത് പറഞ്ഞുകൂടാത്ത ഏത് മലയാളികളുണ്ട്. നമ്മൾ ഒത്തിരി കാലങ്ങളോട്ട് ഈ ഗെയിം ഷോ അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് ഇവര് ചെയ്യുമ്പോഴുള്ള ഒരു കൗതുകം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലേ? എല്ലാ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനും, അലിയനുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ അത് ആര് പറയുന്നു എന്നനുസരിച്ചിരിക്കും. ഈ പൂട്ടും താക്കോലും തുരപ്പനും അങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അത് അതിന്റെ പ്രശ്നം നവീനാണ് ഇതിൽ ഇപ്പൊ മികച്ച് നിൽക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്യുമെന്ന്. അതായത് ഞാൻ അല്ല അനൗൺസ് ചെയ്യാം. ഇതിൽ വിജയിച്ചിരിക്കുന്നത് ബീനാന്റെ ടീം. മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ബീനാന്റെ ടീം. പക്ഷേ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എന്റെ പേര് പറയാം പ്ലീസ്. പക്ഷേ അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഷ്ണു. എന്തൊരു കഷ്ടമേ ചെയ്തത്. ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയായിരിക്കുന്ന മിസ്റ്റർ നവീൻ അരക്കൽ. എന്നറിയാം, ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൃദയം പൊട്ടിവിടും. ഞാൻ വേർത്തോണ്ടിരിക്കും. എനിക്കാണെങ്കിൽ സത്യം പറയട്ടെ, ഈ തൊരപ്പും ബഹളവും എല്ലാം കൂടെ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നു. എന്നാ പാട്ട് പ്രത്യേകിച്ച് കിഷോർ നന്നായിട്ട് പാടും. കിഷോറേട്ടൻ ഒരു പാട്ട് പറയാം. കിഷോറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അസുഖമില്ല, അതൊന്ന് പാടാം. കേൾക്കട്ടെ. ആകാശമായവളെ, ആ ഒരു പാട്ടില്ലേ, എനിക്കത് ഇഷ്ടമാണ്. ഉയിരും ചേർന്നു പോയി, ഉടലും പകുത്തുപോയി, ഉള്ളം പിണഞ്ഞു പോയി. ഒറ്റയ്ക്കിരുന്നെത്ര കാറ്റു ഞാനേൽക്കണം നീയാം നോവുമായി. ഓർമ്മയിലാഴ്ന്നത്ര കാതങ്ങൾ താണ്ടണം നീയാം തീരമേഘ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മരണമെത്തുന്ന നേരത്ത്, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ ഇങ്ങനെ തലോടി ശ്രമിക്കുവാ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ
ഷൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനോ ശൂന്യമായി ആ ഓക്കെ, എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് നല്ല പാട്ടുകൾ പാടി തന്നു, നമ്മളോടൊപ്പം ഗെയിമിലൊക്കെ പങ്കെടുത്തു. യെസ്, കിഷോർ നമ്മുടെ കുടുംബത്തിലാകമാണ്, എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു കുടുംബത്തിലുള്ള എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോ കിഷോറിന്റെ കൈപ്പുണ്യം കൂടി നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി അറിയാനുണ്ട്. യെസ്, നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അടിപൊളി. ശരി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutavedi KSFE, Bima Jewelers, Pangajagasturi Ortho Herb and Kerala Kerala Bank. രണ്ട് പാചക വിദഗ്ധകളായ ആളുകളാണ് പലരും ഇടത് നിൽക്കുന്നത്. കിഷോറേട്ട അതൊന്നും കൂടി പറയേണ്ടി വരും. എന്നെ നോക്കിയിട്ട് തന്നെ പറയണം. അല്ലല്ല, ദീന ചേച്ചി നന്നായിട്ട് പാചകം ചെയ്യുന്നത്. അതൊക്കെ ദിവ്യ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ്. നാടൻ ഫുഡുകൾ ചിക്കൻ ഇവിടെ ഫസ്റ്റ് കിട്ടി അല്ലേ? ആണോ? പിന്നെ അമ്മച്ചിയുടെ ചിക്കൻ ബാക്കിയെല്ലാം ക്രിസ്താണ് ചെയ്യുന്നത്. ഇവിടെ അധികം ചെയ്യാറില്ല, പക്ഷെ ചെയ്തതിന് ഫസ്റ്റ് കിട്ടി. അപ്പൊ കൈപ്പുണ്യം ഉണ്ടെന്ന് അർത്ഥം. ഇത് നമ്മളെ ബീഫ് നമ്മൾ ഇപ്പൊ ഇതിനകത്ത് 1 കിലോ ബീഫേ ഉള്ളേ. അപ്പൊ ബീഫ് നമുക്ക് ചെറിയ ഉള്ളിയിട്ട് വെച്ച കറിയും ആക്കാം, ഒലത്തി തേങ്ങാ കൊത്തിട്ട്. ഓക്കെ, അടിപൊളി. തേങ്ങ ഇട്ടിട്ട് ഒരു ഒലർത്ത് പോലെ അല്ലേ? ശരി, നമുക്ക് ആദ്യം പച്ചവെളിച്ചെണ്ണ കറിയുടെ സാധനം മാത്രം നമുക്ക് ആദ്യം തയ്യാറാക്കാം. അത് സോർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വരുമ്പോ ഇതില് കറക്റ്റ് ആവും. നല്ല ഇതാവും. ബീഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് വെന്തില്ലെങ്കിലേ പിന്നെ ഒന്നിനും കൊള്ളൂല, റബ്ബറായി. സൈക്കിൾ ടയർ അതെ അതെ, എന്ന് പറഞ്ഞിട്ട് കടിച്ച വെന്തില്ലെങ്കിൽ പോയി. സോഫ്റ്റ് ആയിട്ട് ചില പിള്ളേരെ കറക്റ്റ് ആയിട്ട് എന്റെ ഒരു അഭിപ്രായത്തില് ഹൽവ കഷ്ണം കഴിക്കും പോലെ കഴിക്കാം. അങ്ങനെ അങ്ങോട്ട് പോകണം. അത് ചൂടായല്ലോ. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം കറിക്ക് ഒരു കുറച്ച് മതി. വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ച എന്റെ കൂടെ നിൽക്കുന്നത് ആ ഓർഡർ. വെളുത്തുള്ളി ഇട്ടോ? അതിന് ഇത്തിരി കണ്ടന്റ് കുറവാണ്. വെള്ളം, അതെ. അതൊക്കെ വെള്ളം എണ്ണയിൽ പിടിച്ചാൽ കുഴപ്പമില്ല. അതെ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതെ, ഇഞ്ചിയായി വെളുത്തുള്ളിയായി. നമ്മൾ ഈ ബീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് എപ്പോഴും ഈ മുളക് പൊടിയിൽ തന്നെ ചെയ്യണം. പച്ചമുളക് മാക്സിമം സ്റ്റൂവിനാണ് പച്ചമുളക് നമ്മൾ. ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വളരെ സിമ്മാക്കിയതിന് ശേഷം ഈ കറിക്കുള്ള സാധനമായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ എന്താണ് പൊടിയാണോ വേണ്ടത്? ഇനി കാശ്മീരി ചില്ലി, രണ്ട് ഒരു അര കിലോയിലേ ഉള്ളൂ. മൊത്തം 1 കിലോ ഉള്ളൂ. നമുക്ക് രണ്ടായിരം. ഇതിനകത്ത് എരിവിന് വേണ്ടി ചെറിയ കുറച്ച് കിട്ടോ. മഞ്ഞപ്പൊടി, കുരുമുളക് വേണ്ടേ? കുരുമുളക് ലാസ്റ്റിലിടാം. ചില്ലി ഫ്ലേക്സ് ഇപ്പൊ വേണ്ട. ഗരം മസാല ശകലം ഒരു പച്ചച്ചവ മാറാൻ വേണ്ടി ഇടാം. മല്ലിപ്പൊടി ഒരു ശകലം ഇടാം. കുരുമുളക് ഇതിന് പച്ചച്ചവ മാറാൻ വേണ്ടി ശകലം. ഇനി മല്ലിപ്പൊടി ഒരു ഇത് നമ്മളിത് സവാള പുഴുങ്ങിയിട്ട് നല്ല ക്രഷ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് കുക്കിംഗ് എളുപ്പമാവും, പടപടയെന്നാവും അല്ലേ? ഓക്കെ, നമ്മുടെ ബീഫ് ഒരു 5 അടി കഴിഞ്ഞു. ഹലോ എവിടെന്നാണ് ഈ ബീഫിന്റെ മണം? ബീഫിന്റെ മണം വരുന്നുണ്ട്. സത്യം എവിടെന്നോ വരുന്നുണ്ട്. സത്യം അതന്നെ ഇങ്ങനെ മാടി വിളിച്ചോണ്ടിരിക്കുന്നതാണ്. അത് ബീഫ് വെന്ത മണം. രണ്ട് ബീഫിന്റെ കൊണ്ടാട്ടോ ഓണം കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ബീഫ് ചെറിയ ഉള്ളിയിട്ട് വെച്ച കറിയും ബീഫ് തേങ്ങ ഉലർത്തും. പൊറോട്ടയും കൂടി കിട്ടിയ അയ്യോ പൊറോട്ട നല്ല അതായത് നല്ല ചൂട് ദോശയും കൂടെ വേണം. എങ്ങനെയാണെന്നറിയാം? ബീഫ് കറിയോ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചിട്ടേ ഉതിരണം. അതായത് ദോശ കല്ലിൽ ചുടുമ്പോ കണ്ണറ വഴണം.
ഹോള് വീണം, കുത്ത് വീണത്തിന് തിരിച്ചിട്ടിട്ട് എടുക്കുമ്പോ അതിനൊരു പ്രത്യേകത എന്താ അറിയാമോ? തിരിച്ച് ദോശ നമ്മൾ വെച്ചിട്ട് ബീഫ് കറി വരുമ്പോ ഈ കണ്ണറക്കകത്ത് ബീഫ് കറി കണ്ണറക്കകത്ത് കയറി സെറ്റായി വന്നതിന് ശേഷം പഞ്ഞി പോലെ ഇതിങ്ങനെ വച്ചിട്ട് എടുക്കാൻ നേരത്ത് കയ്യിലിട്ട് അടിച്ചു കൊടുക്കണം. മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. ഇതിപ്പോ ഇത് നമ്മളെ ബീഫ് കറിയുടെ അരപ്പ് നമുക്ക് മാറ്റി ഇനി ഒലത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ആവി പോയിട്ടാ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോഴേ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇനി കഴിക്കാൻ വേണ്ടി ഞാൻ കഴിക്കാൻ വേണ്ടി വരാം. ഓക്കെ, അതിന്റെ കൂടെ കോമ്പിനേഷൻ പൊറോട്ട 2 ദോശ. അത് നിങ്ങൾ വാങ്ങണം. പൊറോട്ട ദോശ നമുക്ക് തട്ടുകട തൊട്ടപ്പുറത്ത് നിങ്ങൾ രണ്ടുപേരും പോയി തട്ടുകടയിൽ നല്ല പൊറോട്ട. അത് ഞങ്ങൾക്ക് മാത്രം, ആരും അത് ചോദിക്കരുത്. ചോദിച്ച ഇടി മേടിക്കും, ഞങ്ങൾ മേടിച്ച് കഴിക്കും. നിങ്ങളുടെ മുമ്പ് ഇന്ന് കഴിക്കും. പോയിട്ടോ ഉണ്ടാക്കിയിട്ട് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം. കിഷോറേട്ട കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സീസൺ 3 പാർട്ടിസിപ്പന്റ് അല്ല, ഗസ്റ്റ് ആണ്. പഴയ പാർട്ടിസിപ്പന്റ് ആയിരുന്ന ആള് വീണ്ടും അടുക്കളയിൽ കയറി. കൺസിഡറേഷൻ അവൾ എനിക്ക് തരുന്നില്ലല്ലോ, നിനക്കതറിയാം. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്കി ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പഴയ പാർട്ണർ ഇവിടെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ടേ. ഇവിടെ രണ്ടുപേർക്ക് എന്താ സ്ഥലത്ത് ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് എന്നെ കൊണ്ട് കുറെ ഞങ്ങൾക്ക് ആകെ കൂടി അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇത്ര മതി. ഞങ്ങളൊരു കുക്കറൊക്കെ കുക്ക് ചെയ്യും, ഒരു കുക്കർ നിറയെ കുക്ക് ചെയ്യും. എന്നിട്ട് ബാക്കി അന്ന് നിങ്ങൾ രണ്ടുകൂടെ കുക്ക് ചെയ്തതിൽ ഇന്ന് മറക്കാത്ത ഏതെങ്കിലും ഒരു ഡിഷ് എല്ലാം ഞാൻ ഉണ്ടാക്കിയതൊക്കെ തന്നെയാണ് നല്ലത്. അല്ല, പഠിച്ചതെല്ലാം മറന്നുപോയി. ഇതിപ്പോ യൂട്യൂബിൽ എടുത്താൽ കാണാം ആരൊക്കെ ചെയ്തെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. അതാണ് എന്റെ പ്രശ്നം. കാരണം പ്രേക്ഷകർ കണ്ടതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നും പണിയെടുക്കണ മുന്നേ ഞാൻ. കാരണം ഇപ്പൊ ബീഫ് വെക്കണം വെച്ചോ, തേങ്ങ അരിയണം ഞാനായിരിക്കും, മുളക് പൊടി പൊടിക്കണം ഞാനായിരിക്കും, ബീഫ് അന്ന് ഇങ്ങനെ ടോമാൻ ചെറി ആയിരുന്നു. ഇത് വേറെ ഈശ്വരാ, ഇതിന്റെ ഇടയിൽ എന്നെ അങ്ങ് വിളിക്കണേ. അതാണ് ഞങ്ങളുടെ ആവശ്യം. ടാസ്ക് ആണ്. നിങ്ങൾ ബീന ചേച്ചി, കിഷോറേട്ടൻ വിചാരിച്ച സീസൺ 1 പോലെ വെറുതെ വന്നിരുന്നിട്ട് പൈസ മേടിച്ചിട്ട് പോവാം. ഇന്നൊക്കെ ആരാണ് ജോലി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കൊച്ചി ഞാൻ പറഞ്ഞത് നമ്മളെ കുട്ടി നമ്മളെ തോളിയിരുന്ന് മൂത്രമൊഴിച്ച് നമ്മളെടുത്ത് കളയുമോ? ഇല്ല, അതിനെ അങ്ങനെ തന്നെ വച്ചേക്കും. മാത്രം കരുതിയാൽ മതി. മൂത്രം ഇങ്ങനെ ചിരിക്കങ്ങളാരും ഒഴിക്കാറുണ്ട്, പക്ഷെ തോളിയിരുന്ന് ഒഴിക്കാറില്ല. അതൊരു പാട്ട് പാടാമേ, ഇന്ന് പുഴുക്കണം. അതുകൊണ്ട് പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമൊട്ടുകൾ ആരാമപ്പന്തലിൽ വീണുപോയെന്നോ. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമൊട്ടുകൾ ആരാമപ്പന്തലിൽ വീണുപോയെന്നോ. മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളികളില്ലാതെ നീന്നേകയായി എന്നിനൻ മുന്നിൽ നിന്നു. പനിനീർമണം തൂകുമെങ്കിലേ തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങി മുനാഴി കനവ് തേനൂറും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർവിരിയും വേളയിൽ എന്തിനെന്നും വന്നു നീ പൂത്തിങ്കളേ. തൂമഞ്ഞിൽ തേരോലും സാന്ത്വനമായി ആലോല
കാറ്റ്. ആയി വാ. സൂപ്പർ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സോങ്. ആ ഈ പാട്ടും കൂടി ഇല്ലായിരുന്നു ഈ മനുഷ്യൻ എന്തിനു കൊള്ളാം. നോക്കണേ നോക്കണേ എന്തുവാണ്. അവളത് പറയും, അവളത് പറയാ, അതെ അവളെ അത് പറയാവൂ. അതെ കാരണം ഇവിടെ വെച്ച് എന്നെ കുറെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികാരമാണോ? ഇനി തുടങ്ങാം. ഇനി കറി തുടങ്ങാം. ഇതെന്തോടാ ചോദിച്ചിട്ട് ഈശ്വരയുടെ ഇതിനകത്ത് ഉപ്പിട്ടായിരുന്നു. ഇല്ല, ഉപ്പിട്ടില്ല. ഇനിയാണ് നമ്മൾ ഉപ്പ് നോക്കണത്. ബാക്കിയുള്ള ഞാൻ നോക്കാം. വേണ്ട, നീ മുന്നോട്ട് പോ, നീ ഇവിടെ നിൽക്കും. ചില്ലി ഫ്ലേക്സ് ഇടും അല്ലേ? ഇത് എന്തൊരു സഹായം. ഇത് പെരട്ടിന്റെ സാധനമാണേ. അതില് നമ്മൾ ഈ മുളക് പൊടി കുറച്ചിട്ട് ഈ ചതച്ച മുളക് കിട്ടി അത് കിട്ടിയാൽ അതൊരു ഇത് പിന്നെ 2 സ്പൈസിയാണേ. ഇതുണ്ടല്ലോ സ്പൈസിയാണ്. അല്ല, ഇതാണ് ഇട്ടത്, പിരിമുളകാണ്. കുക്കിംഗ് നടക്കട്ടെ. ഇനി സഹായികളെ വീണ്ടും വിടാം. തൽക്കാലം എന്റെ കൂടെ വരുന്നുണ്ടോ അതെയോ? ഞാൻ വരുന്നുണ്ട്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജകസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി അല്ല ഇത് അല്ല സ്റ്റീൽ തവി എടുത്താൽ മതി. അത് സ്റ്റോക്ക് വാട്ടർ ഒഴിക്കണം അല്ലേ? കുറച്ച് എത്ര വെള്ളം ചോദിക്കും. മതി മതി മതി. ഇത് മറ്റേ പെരട്ടാണോ? ഇത് വരട്ടെ. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഈ സാധനം ഇടണം വേണം അല്ലേ? വേണം വേണം. ഇത് ഇതിനകത്ത് ഈ സാധനം പിടിക്കും. ഞാൻ ഇളക്കാം. ഇളക്കുക. സത്യം പറഞ്ഞാൽ ഈ സാധനം പാനിലല്ല വയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നല്ല ചട്ടി അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതാണ് നല്ലത്. അത് വെച്ചാല് ചീനച്ചട്ടി ആണെങ്കിൽ നല്ല നമുക്ക് ഇളക്കാനും ഇതൊക്കെ ഇതൊരു ഇത്തിരി ഇതാണ്. ഇനി ഇതിന്റെ കാരണം നമ്മൾ ബീഫ് കഴിച്ചപ്പോ ഉപ്പ് ഇട്ടിട്ടില്ല അല്ലേ? അപ്പൊ ഇട്ടു നോക്കിട്ടോ. ഇനി ഒന്ന് ചെറിയ എണ്ണ വെച്ചിട്ട് ഒന്ന് സിമ്മിലിടണം. സിമ്മിലെന്ന് പറഞ്ഞാൽ ഒരുപാട് വേണ്ട. അങ്ങോട്ട് മതിയോ? മതി. ഇത് അടച്ചു വെച്ചോളൂ. ഒരു 5 മിനിറ്റ് സമയം അതിന് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് കറി പിടിക്കും. കറി നവീൻ വന്നില്ലേ? ഇല്ല, അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണുണ്ട് കേട്ടോ. നവീന അല്ലേ? ഉപ്പില്ലല്ലോ. ശർക്കര കൂടെ ഇട്ടാൽ മതി. കരി ഇതിനകത്ത് ഇത് പുഴുങ്ങിയതിന്റെ വെള്ളം ഉള്ളത് കൊണ്ട് ഉപ്പിട്ടല്ലി പുഴുങ്ങിയിരിക്കണം. അതെ അതെ. ഇനി ഇതില് നമ്മള് ചെറിയ ഉള്ളി ഇനിയാണല്ലേ? ചെറിയ ഉള്ളി കടിക്കണം ബീഫിന്റെ. പിന്നെ യഥാർത്ഥം നമ്മൾ ചെയ്യേണ്ടത് ഈ ഉള്ളിയോടൊപ്പം ബീഫിന്റെ ഓടൊപ്പം ഈ ഉള്ളി വേവിക്കണം. അതിന്റെ കൂടി പിടിച്ചേനെ ആ ബീഫിലേക്ക് അല്ലേ? സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? 2 സെക്ഷൻ ആയിട്ട്. ഈ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച്. അപ്പൊ നമ്മുടെ വിളിക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് സുഗമോ ദേവി പാട്. ഞാൻ കൂടെ പിടിച്ചോളാം. സുഗമോ ദേവി സുഗമോ ദേവി സുഗമോ ദേവി സുഗമോ പഠിക്കാൻ ബാക്കി. സുഗമോ ദേവി അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ജിതമാം പൂപ്പീലിയും കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകി കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകി കുളിർ പകരും പനിനീർ കാറ്റും കുളിർ പകരും പനിനീർ കാറ്റും സുഖമോ ദേവി സുഖമോ ദേവി
സുഖമോ ദേവി സുഖമോ സുഖമോ. അപ്പോ ബീഫ് ഇനി നമുക്ക് മസാല ഇടാമേ. ഏകദേശം കറുപ്പ് വന്നു. നമ്മുടെ ബീഫിന് കറുപ്പ് വന്നു. യെസ്, അതാണ് പരുവം. ബീഫ് കറുത്തു എന്ന് പറഞ്ഞാൽ ഇല്ലെന്താ മസാല. പിന്നെ ഏലക്ക പൊടിച്ചതിടണം. ഏലക്ക പൊടിച്ച് നമ്മുടെ മെയിൻ സാധനം. ഏലക്ക പൊടിച്ച് ചേച്ചി. ഏലക്ക പൊടിച്ച അപ്പുറത്ത് അപ്പുറത്തിരിക്കുകയാണ് ഏലക്ക വെച്ചിട്ടോ. ഏലക്ക ഇട്ടോ. ഏലക്ക മസാല മതി മതി. മസാലയിൽ ഏലക്ക ഉണ്ട്. ഇനി അല്ലല്ല ശകല കുരുമുളക് ചേച്ചി. ഇനി ഇത് എന്താണ്? ക്രഷ്ഡ് ഇട്ടു. ക്രഷ്ഡ് ഇടണം. കുറച്ച് സ്പൈസിയാണ് അല്ലേ? സ്പൈസിയാണ് ഇത്. ഒരു കഷ്ണം, ഒന്നാമത്തെ കഷ്ണം കുറവാണ്. അതെ, ഒരെണ്ണം എടുക്കുമ്പോ അപ്പോ ഭയങ്കര രുചിയടാ, പക്ഷെ ഭയങ്കര എരി എന്നും പറയണം. ഒന്നുകൂടെ എടുത്തോ. അതെ, മതി മതി. അരിവോട് കൂടി ആസ്വദിച്ചിട്ട് പറയും വേണം കഴിക്കും പറയും വേണം കഴിക്കാൻ വേണം. പിന്നെ കൊടുക്കാൻ കിട്ടരുത്. ഇല്ല സാധനം ഇല്ല. അതുകൊണ്ട് കാണാൻ തന്നെ ഇനി ആ തേങ്ങാക്കൊത്ത് മെയിൻ സാധനം. ഇങ്ങനെ പൂ കിടക്കണ പോലെ അവിടെ നെയ്യില് നമ്മള് വാട്ടിയ അമ്മ, അതാണ് പരുവം. കുറുകി. ഇനി ഗരം മസാല ഇട്ടോ. കുരുമുളക് പൊടി വേണോ? ഒരു ഉള്ളൂള. നമുക്ക് അധികം സ്പൈസി ആക്കണ്ട. കുരുമുളക് ഒരു ഉള്ളൂള മതി. അപ്പൊ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. നമ്മുടെ 2 ഡിഷ് റെഡിയായി. ഉള്ളിയിട്ട ബീഫ് കറിയും തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയ നല്ല സ്പൈസി ബീഫും. ലാസ്റ്റ് ചടങ്ങ്. സക്സസ്. അങ്ങനെ ഹലോ, എന്തായി? അയ്യോ എല്ലാരും അനുസരിച്ച്. അയ്യോ ഞങ്ങൾ മാറിപ്പോയിക്കോളാം. ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഞങ്ങൾ ഒന്നിനും വരൂല. കാരണക്കാർക്കും കിഷോർ എന്താ? ശരിയല്ല. ഞാൻ പ്ലേറ്റ് കുറെ നേരം കഴുകി തുടച്ച് ഇവിടെ നിൽക്കുക. ശരി, നിങ്ങൾക്ക് വേണേ വേറെ പ്ലേറ്റ് നല്ല പീസ് നോക്കി. നല്ല പീസ്. ആർക്കാണ് തേങ്ങ കിട്ടാത്ത? എനിക്ക് ഇതെന്താന്ന് മറ്റേ ഈ അന്നദാനം നടക്കുന്ന സ്ഥലത്ത് ഇതൊരു വൃത്തി മേനെ വേണ്ടി വലിയൊരു ഷോ ആയിട്ട്. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയണല്ലോ കേട്ടോ. ഗംഭീരം. ചെറിയ ഉള്ളി ഇതിന്റെ കൂടെ നമ്മളെ ദോശ കറക്റ്റ് ആയത്. ഇതിന്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ. ഇങ്ങനെ നമ്മള് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ സീസൺ 3-ലെ ഒരു എപ്പിസോഡ് ഇതാ ഇങ്ങനെ അവസാനിക്കാൻ പോകുകയാണ്. നമുക്കറിയാം ഏറ്റവും മനോഹരമായി നമ്മുടെ പ്രിയപ്പെട്ട കിഷോർ വന്ന് പാട്ട് പാടി ഈ കുറെ നമ്മുടെ മനസ്സിലുള്ള കുറെ നല്ല രസകരമായ നമ്മുടെ മനസ്സിൽ താലോലിക്കുന്ന കുറെ പാട്ടുകൾ പാടുന്നു. രുചികരമായ ഭക്ഷണം നമുക്ക് വിളമ്പി തന്നു. അതിരുചികരം. അതീവ ഗംഭീരമായിരിക്കുന്നു. നമ്മുടെ സെലിബ്രിറ്റി കിച്ചന്റെ ഈ ആഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ക്രോക്കറി പാർട്ട്ണർ മിനോൾട്ട
easy and healthy cooking. Anish Ravis costumes sponsored by Swayamvara Silks. കേരളത്തിലുടനീളം